الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عباد الله أوصيكم وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സ്നേഹനിധികളായ കുട്ടികളെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ ആദ്യമായി ബഹുമാനപ്പെട്ട MT ദാരിമി അവർക്കും ഈ പരിപാടി അവിടെ സംഘടിപ്പിച്ച ആളുകൾക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും സമസ്തകാല ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരിൽ നിന്നും സ്വാലിഹായ അമലായി ഇത് കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യാണ്. വല്ലാത്തൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട SKSF മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ സമസ്തകാല ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിന്മാരായ ഗഫൂർ അൻവരി, അതുപോലെ തന്നെ MT ദാരിമി പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ മുസ്തഫ ഷഫീഖ് കക്കുപ്പടി, അതുപോലെ സലീം ഇർഫാനി പോലെയുള്ള ആളുകൾ, നമ്മുടെ സുന്നീസം, ഇവരൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് കേരളക്കരയില് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചരണത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ അവരാണ്. മറ്റുള്ള ആളുകളൊന്നും കാണാനേ ഇല്ല, അല്ലേ? മറ്റുള്ള ആളുകളൊന്നും ഇപ്പൊ ഈ വിഷയത്തിലേക്ക് കാണാനേ ഇല്ല. കാരണം അവരൊക്കെ ഒരു മുഖാമുഖ പരിപാടിയൊക്കെ അങ്ങോട്ട് സംഘടിപ്പിക്കുമ്പോ ഓരോ ചോദ്യം വരികയാണ്. ആ ചോദ്യത്തിന് മറുപടി പറയുന്ന സമയത്ത് ഇന്നാൾ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ ഈ ആ മറുപടി പറയുന്ന ആളുകൾക്ക് മറുപടി പറയാൻ ശരിക്കും വ്യക്തമായി മറുപടി പറയാൻ സാധിക്കാതെ ഇങ്ങനെ കിടന്ന് ഉരുളുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ. ഇതിനു മുമ്പ് ചില മുഖാമുഖങ്ങൾ നമ്മളത് കേൾക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. നമുക്ക് വളരെ അൽഹംദുലില്ലാ കാര്യങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറയാനുള്ള ചങ്കൂറ്റവും തന്റെ ഇടവും ഒക്കെ അൽഹംദുലില്ലാ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളക്കരയിൽ ഈ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയ പ്രചാരണ രംഗത്ത് ഇസ്തിഖാമയാണ്. നമ്മുടെ മറ്റേ നിസാബ് വാക്യല്ലേ, ഇസ്തിഖാമയാണ് ഏറ്റവും മുമ്പന്തിയിൽ നിന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇസ്തിഖാമ മാത്രമാണ് ആ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കളവാകാൻ സാധ്യതയില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷികൾക്ക് അല്ലാഹു വലിയ ഉയർച്ചയും ഇസ്സത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഏതാനും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരു ചോദ്യം, വുളൂഇൽ അവശേഷിക്കുന്ന വെള്ളം കുടിക്കൽ സുന്നത്താണല്ലോ, വിശദീകരിക്കാമോന്ന്. എന്താ വുളൂഇൽ അവശേഷിക്കുന്ന വെള്ളം കുടിക്കല് സുന്നത്താണ് അല്ലേ? ഫത്വമിലൊക്കെ വശുറുബുഹു വുളൂഇന്റെ സുന്നത്തുകൾ പറഞ്ഞ കൂടുതൽ അങ്ങനെയുണ്ട്. വശുറുബുഹു മിൻ ഫദ്ലി വളൂഇഹി, മിൻ ഫദ്ലി വളൂഇഹി അല്ല വളൂഇഹി. വുളൂഇന്റെ വെള്ളത്തിനാണ് വളൂ എന്ന് പറയുന്നത്, വുളൂടുക്കാനുള്ള വെള്ളത്തിനെ. ആ വുളൂ എടുത്ത ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് അവശേഷിച്ചതിൽ നിന്ന് കുടിക്കൽ സുന്നത്താണ്. അദ്ദേഹം ചോദിച്ചത് പിന്നെ ഏതാണ് അത് വുളൂടുക്കൽ കഴിഞ്ഞ ശേഷം ആ വുളൂവിന്റെ അവയവങ്ങളിൽ ഉള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുടിക്കുകയാണോ വേണ്ടത്, അതല്ല വേറെ കുറച്ച് വെള്ളം കുടിക്കുകയാണോ വേണ്ടത്? അതൊന്നല്ല. വുളൂവിന്റെ അവയവങ്ങളിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ വെടിച്ചു കൂട്ടി കുടിക്കുക, അങ്ങനല്ല. പിന്നെ അതല്ലെങ്കിൽ വുളൂടുക്കൽ കഴിഞ്ഞ ശേഷം വേറെ കുറച്ച് വെള്ളം കുടിക്കുക, അങ്ങനെയല്ല. ആ വുളൂ എടുത്ത വെള്ളം ഉണ്ടാവില്ല. ഇപ്പൊ കിണ്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ബാക്കി, കിണ്ടി പറഞ്ഞാൽ അറിയാലോ അല്ലെ, കിണ്ടി ചിലർക്ക് മൂളി എന്ന് പറയും. ഏതായാലും അങ്ങനെയുള്ള അല്ലെങ്കിൽ ബക്കറ്റിൽ നിന്ന് എന്തെല്ലാം വുളൂ എടുത്ത അങ്ങനെ പാത്രം ഉണ്ടാവില്ല, ആ പാത്രത്തിൽ ബാക്കിയുള്ള വെള്ളം, ആ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ സുന്നത്തുണ്ട്. അതാ ഈ ഖബരി ഒരു ഹദീസിന്റെ ആവശ്യത്തിൽ എന്താ, അന്ന ഫീഹി ശിഫാഅൻ മിൻ കുല്ലി ദാ. അങ്ങനെ വുളൂവിന്റെ ബാക്കിയുള്ള വെള്ളം കുടിച്ചാലേ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക, എന്നാൽ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫാ അതിലുണ്ട് എന്നാ. റസൂൽ ഹദീസാണല്ലോ. അപ്പൊ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫ അതിലുണ്ട്. അത് വേറെ. ആ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, ആ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് അല്പം വസ്ത്രത്തിൽ തെറിപ്പിക്കലും സുന്നത്തുണ്ട്. ഒതുടുക്കലൊക്കെ കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള വെള്ളം അല്പം കുടിക്കുക, കുറച്ച് വെള്ളം എന്ത് ചെയ്യുക, വസ്ത്രത്തിൽ കയ്യിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടേ വസ്ത്രത്തിലൊക്കെ ഒന്ന് തെറിപ്പിക്കുക. തെറിപ്പിക്കുക. എന്തേ ഹദീസ് നമ്പർ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടാ? ഹദീസിന്റെ നമ്പർ ഏതാണ്? അങ്ങനെ നമ്പർ ഇട്ടാണ് ഹദീസ് ഉള്ളത്. അതൊക്കെ ഓരോ പല കിതാബിലും പല ഭാഷയിലുണ്ടാകുക ഹദീസ് നമ്പർ.
ആന്നല്ല ഇവിടെ ഉള്ളത് വിഷയം. ഏത് ഹദീസ് ഏത് കിതാബിലാണ്, ആ റിപ്പോർട്ട് ചെയ്താണ് എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ട് ഹദീസിന്. ഹദീസിന്റെ നമ്പർ ഏതാണുള്ളത്, അങ്ങനെ അത് പല കിതാബുകളിലും പല മാതിരി ആയിരിക്കും ഉണ്ടാകും. പോട്ടെ. പിന്നെ നബി കുറച്ചായാലും ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ടിപ്പോ എവിടെയാണുള്ളത് ഇപ്പോ? പിന്നെ നാട്ടിലോ അതോ ന്യൂസിലൻഡിലോ എവിടെയാണോ ആണോ അല്ലേ? ഇൻഷാ അല്ലാഹ് മക്കയിലാണ്. ഓ ഇൻഷാ അല്ലാഹ് ഇനിയും കുറെ ദിവസം ഉണ്ട് കേട്ടാ. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ 40 ദിവസം 6 മാസം എന്നൊക്കെ പല അഭിപ്രായം കൊണ്ടല്ലേ. ആ ദുആക്ക് പ്രത്യേകമായ ഇജാബത്തിന്റെ സമയം. അപ്പൊ ഞങ്ങളാരും മറക്കരുത്. പിന്നെ ഉദ്ഹിയ്യത്തിന്റെ മാംസം 3 ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് ചിലർ പറയുന്നു. ശരിയാണോ? ശരിയല്ല, അങ്ങനൊന്നുമില്ല. ഉദ്ഹിയ്യത്തിന്റെ മാംസം 3 ദിവസത്തിൽ കൂടുതൽ വെക്കാനാണ് വിരോധമൊന്നുമില്ല. 3 ഒരു ഓഹരിയേക്കാളും അപ്പുറം എടുക്കാതിരിക്കലാണ് നല്ലത്. ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആളുകൾക്ക് അത് മുഴുവൻ സദഖ ചെയ്യലാണ് ഏറ്റവും നല്ലത്. കുറച്ച് അതിന് അല്പം ഭക്ഷിക്കൽ സുന്നത്തുണ്ട്, അത് വെച്ച് ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, സദഖ ചെയ്യുക, ഫഖീർ മിസ്കിന്മാർക്ക് കൊടുക്കാനാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ അവന് എന്ത് ചെയ്യുക, ഇനി കുറച്ച് അവൻ എടുത്തു വെക്കുക ചെയ്യുക. എന്നാൽ അവൻ എടുത്തു വെക്കുന്നത് ഉദ്ഹിയ്യത്ത് അടുത്തു കൊടുക്കുന്ന ആൾ എടുത്തു വെക്കുന്നത് 3 ഭാഗത്തിനേക്കാളും കൂടാതിരിക്കുക, അതാണ് നല്ലത്. ഞാൻ ഇതിനേക്കാൾ കൂടുതലുകൊണ്ട് വിരോധമൊന്നുമില്ല. ഏതായാലും 3 ദിവസത്തിനേക്കാളും കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയല്ല. തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു തരുമോ? തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു തരുമോ? അതുപോലെ തഹജ്ജുദിൽ ഓതാൻ ശ്രേഷ്ഠമായ സൂറത്തും. തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാല്, തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് സലാം വീട്ടുക, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയും ചെയ്യാം. 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. രാത്രി നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത്. 2 റക്അത്ത് ഈ രണ്ട് ആണ്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് രാത്രി നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ലത്. ഇനി ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കണമെന്നും വിരോധമൊന്നുമില്ല. ഇനി പകലോ തന്നെ ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കണമെന്നും വിരോധമില്ല. ഇനി അതല്ല ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടി 2 റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും വിരോധമില്ല. പിന്നെ ഇവന്താ അത് സംബന്ധമായി കുറെ ഹദീസ് ഉണ്ട്. ഫത്തുൽ മുഈനിലുണ്ടല്ലോ ആ വിഷയം. എന്താണുള്ളത് ഫത്തുൽ മുഈനില്? തസ്ബീഹ് നിസ്കാരത്തിന്റെ ഹദീസ് സഹീഹ അല്ല ഹസനാണെന്നല്ലേ? അതിന് കാരണം എന്താണ്? അവിടെ ലികസ്റത്തി തുറുഖിഹി, തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് കുറെ ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ ദഈഫാണ്. പക്ഷേ ഈ ഹദീസുകൾ പല തരീഖുകളിൽ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ദുഅഫ് നീങ്ങിയിട്ട് എന്തായിട്ട് ഉയർന്നിട്ടുണ്ട്? ഹസനായിട്ട് ഉയർന്നിട്ടുണ്ട്. അതാ അങ്ങനെയുണ്ട്. പിന്നെ ഹദീസ് ദഈഫായ ഹദീസാണ് തന്നെ ആ ഹദീസ് പല തരീഖുകളിൽ കൂടി വന്നു, പല തുറുക്കുകളിൽ കൂടി വന്ന് നിൽക്കുക. എന്നാ പിന്നെ ഹദീസിന്റെ ദുഅഫ് പോകും. പിന്നെ എന്താ മാറും? അത് ഹസനായി മാറും. അപ്പോ തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധമായ ഹദീസ് പല തരീഖുകളിൽ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസിനെ കുറിച്ച് ഇനി എന്ത് പറയാൻ പാടില്ല? ദഈഫ് എന്ന് പറയാൻ പറ്റില്ല. അത് ഹസനാണ്. വഹദീസുഹാ ഹസനുൻ ലികസ്റത്തി തുറുഖിഹി എന്നാ ഫത്തുൽ മുഈനിലുള്ളത്. വഫീഹാ സവാബുൻ ലാ യതനാഹ, അതാ അറ്റമില്ലാത്ത സവാബുണ്ട്. പറഞ്ഞാ തീരൂല അത്രമാത്രം. എന്തല്ലേ പറഞ്ഞാ തീരൂല എന്ന് അത്രമാത്രം സവാബുണ്ട് തസ്ബീഹ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ. തസ്ബീഹ് നിസ്കരിച്ചാല് വമിൻ സമ്മ ഖാല ബഅദുൽ മുഹഖഖീന, ഇത് കാരണം ചില മുഹഖഖീങ്ങളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? തസ്ബീഹ് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഒരാൾ കേൾക്കുകയും എന്നിട്ട് അവൻ ആ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ ദീനിനെ നിസ്സാരമാക്കുന്നവനാണ്, ദീനിനൊരു വില വെക്കാത്തവനായിരിക്കും ആയിട്ട് പരിഗണിക്കപ്പെടുമെന്ന്. തസ്ബീഹ് നിസ്കാരത്തിന്റെ ഇത്രയും വലിയ ശ്രേഷ്ഠത ഒക്കെ കേട്ടിട്ട് പിന്നെ നിസ്കരിക്കണില്ല, എന്നാൽ അവൻ ആരാണ്? മുതഹാബിനും ബിദ്ദീനാണ്, ദീനിനെ ഒരു വില വെക്കാത്തവനായിട്ട് അവനെ കണക്കാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാര്യം വളരെ ഗൗരവമെന്നർത്ഥം. 300 തസ്ബീഹുകളാണ് തസ്ബീഹ് നിസ്കാരത്തിൽ ആകെ ചെല്ലേണ്ടത്. തസ്ബീഹ് 300, 4 റക്അത്താണ്. ഓരോ റക്അത്തിലും 75 വീതം. അപ്പൊ 75, 150, 205, 300. അപ്പൊ 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്കും 300 തസ്ബീഹ് കഴിയും.
അത് പല രീതിയിലും ചെല്ലാം തസ്ബീഹ്. അത് 71 റക്അത്തിൽ 75 തസ്ബീഹ് പൂർത്തിയാക്കുക. അത് പല രീതിയിലും ചെല്ലാം. അത് ഒന്നുകിൽ ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക, അല്ലെ? തസ്ബീഹ് നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തോടു കൂടി എന്ത് ചെയ്യുക? തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് അതിനുശേഷം വജ്ഹത്ത് ഓതുക. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക? വജ്ഹത്ത് ഓതി കഴിഞ്ഞ ശേഷം ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് 15 പ്രാവശ്യം തസ്ബീഹ് ചെല്ലുക. ഒരു രൂപമാണ് ഈ പറഞ്ഞത്. 15 പ്രാവശ്യം തസ്ബീഹ് ചെല്ലുക. പിന്നെ ഫാത്തിഹ ഓതി പിന്നെ സൂറത്തും ഓതി കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം കൂടി ചെല്ലുക. അപ്പൊ എത്രയായി? 15ഉം 10 25ആയി. 25. റുകൂഇൽ 10 അപ്പൊ 35. ഇഅ്തിദാലിൽ 10 45. 2 സുജൂദിലും 10 വീതം അപ്പൊ 55 65. 2 സുജൂദിന്റെ ആയിട്ടുള്ള ഇരുത്തത്തിൽ 10 അപ്പൊ എത്രയായി? 75, അല്ലേ? 75. അപ്പൊ ആദ്യത്തെ റക്അത്തിൽ 75ആയി. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുണ്ട് ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് 15. ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ ശേഷം 10 അപ്പൊ 25ആയി. പിന്നെ ആ റക്അത്തിൽ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഒരു റക്അത്തിൽ 75. അങ്ങനെ 4 റക്അത്തിൽ കൂടി 300 തസ്ബീഹ് ചെല്ലുക. ഇതാണ് ഒരു രൂപം. ഇനി അതല്ല, ഇനി ഒരാൾ എന്ത് ചെയ്ത് ആദ്യം വജ്ഹത്ത് ഓതി കഴിഞ്ഞ ശേഷം തന്നെ ഫാത്തിഹയിലേക്കാണ് പ്രവേശിച്ച് നിൽക്കുക. എന്നാ ഫാത്തിഹയും സൂറത്തൊക്കെ കഴിഞ്ഞ ശേഷം 25 തസ്ബീഹ് ഒന്നും ചെല്ലാം. അതുകൊണ്ട് വിരോധമില്ല. അങ്ങനത്തെല്ല. ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ചൊല്ലി തീർക്കുക. പിന്നെ ഇനി അഥവാ അങ്ങനെ ചെല്ലിയില നിൽക്കുക, അല്ലെ? തസ്ബീഹ് നിസ്കാരം ഇതൊന്നും ചെല്ലിയില നിൽക്കുക. അല്ലെങ്കിൽ 65 ചെല്ലുള്ളൂ. അങ്ങനെ ഒരാൾ നിസ്കരിച്ച് നിൽക്കുക. എന്നാലോ അതോട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അതിന് പൂർണ്ണ രൂപം ആവൂല, അത്രേ ഉള്ളൂ. തസ്ബീഹിന്റെ എണ്ണം കുറഞ്ഞാൽ കൂലിന്റെ തോതും കുറയും, അത്രേ ഉള്ളൂ. അതല്ലാതെ നിസ്കാരം സഹിയാവാതിരിക്കൂല എന്നർത്ഥം. പിന്നെ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തെ തസ്ബീഹ് വിട്ടുപോയി നിൽക്കുക. എന്നാൽ അത് പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത റുക്കിൽ എന്ത് ചെയ്യാം? അത് ചെല്ലാം. പക്ഷെ അത് ഇഅ്തിദാലിലും 2 സുജൂദിന്റെ ആയിട്ടുള്ള ഇരുത്തത്തിലും ആവരുത്. ഉദാഹരണം പറയാം, റുക്കൂയിൽ ഒരാൾ തസ്ബീഹ് എല്ലാം മറന്നു നിൽക്കുക. റുക്കൂയിൽ തസ്ബീഹ് എല്ലാം മറന്നു. എന്നാൽ ഇഅ്തിദാലിൽ എന്ത് ചെയ്യാം? ഇഅ്തിദാലിൽ 10 തസ്ബീഹും പിന്നെ റുക്കൂയിൽ വിട്ടുപോയ 10 തസ്ബീഹും അങ്ങനെ ചെല്ലാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നീട്ടാൻ പറ്റാത്ത റുക്കിനാണ്, ഖസീറായ റുക്കിനാണ് ഇഅ്തിദാലും 2 സുജൂദിന്റെ ആയിട്ടുള്ള ഇരുത്തവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു റുക്കിനിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇഅ്തിദാലിലും 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും അതെന്ത് ചെയ്യരുത്? വീണ്ടെടുക്കരുത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ വീണ്ടെടുക്കാം. സുജൂദിൽ വെച്ചോ, അതിൽ നൃത്തത്തിൽ വെച്ചോ, അല്ലെങ്കിൽ റുക്കൂയിൽ വെച്ചൊക്കെ എന്ത് ചെയ്യാം? വീണ്ടെടുക്കാവുന്നതാണ്. തസ്ബീഹിന്റെ രൂപം ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതാണ് തസ്ബീഹിന്റെ പൂർണ്ണമായ രൂപം. അപ്പൊ മനസ്സിലായല്ലേ? ഇനി തസ്ബീഹ് നിസ്കാരത്തിൽ ഏത് സൂറത്താ ഓതേണ്ടിരുന്നല്ലേ? وقال السيوطي رحمه الله تعالى في كتاب الكلم الطيب والعمل الصالح എന്ന് പറഞ്ഞ കിതാബുണ്ട് സുയൂത്തി ഇമാമിന്. അൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹ് എന്ന് പറയുന്ന ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കൈഫിയത്തു സ്വലാത്തി തസ്ബീഹി 4 റക്അത്തിൻ, 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. യുഖറഉ ഫീഹ അൽഹാകും വൽ അസ്ർ വൽ കാഫിറൂൻ വൽ ഇഖ്ലാസ്. അതാ ആദ്യത്തെ റക്അത്ത് അൽഹാകും മുത്തകാസിർ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ ഉണ്ടല്ലോ, അത് ഓതുക. പിന്നെ മൂന്നാമത്തെ റക്അത്തിൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അത് ഓതുക. നാലാമത്തെ റക്അത്തിൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അതാണ് നല്ലത്, അതാണ് അഫ്ളൽ. ഇനി അതല്ലാത്ത വേറെ ഏതെങ്കിലും 4 സൂറത്ത് ഓതി നിൽക്കുന്നാലും നിസ്കാരം സഹിയാകും. ഇതാണ് ഏറ്റവും അഫ്ളൽ. എത്രമാത്രം ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ അല്ലെ? എത്ര വിശദീകരിച്ചാൽ മതിയല്ലോ. വേറെ ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, തയമ്മം ചെയ്ത് ഒരു അവയവം നിസ്കരിച്ച നിസ്കാരം പിന്നെ ബ്രാക്കറ്റിലാണ് ഒരു അവയവം എന്നിട്ടാ. അപ്പൊ ഒരവയവത്തിൽ തയമ്മം ചെയ്ത് ഒരവയവം അങ്ങനെ നിസ്കരിച്ച നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കണോ? തയമ്മം ചെയ്ത നിസ്കാരം മടക്കി നിസ്കരിക്കണോ എന്നേക്കാരം ചോദ്യം. തയമ്മം ചെയ്ത നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും പല മാതിരിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ നാട്ടിൽ യാത്രക്കാരനൊന്നുമല്ല, അയാൾ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. അയാൾ വെള്ളം കിട്ടാത്തതിന്റെ പേരിലാണ് തയമ്മം ചെയ്തത്. എന്നാ മടക്കി നിസ്കരിക്കണം. യാത്രക്കാരനല്ല, നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കണം. അപ്പൊ തൽക്കാലം അപ്പൊ വെള്ളം കിട്ടിയില്ല, നിസ്കാരാണെങ്കിൽ കള ആവുന്ന പേടിയുണ്ടായിരുന്നു. എന്നാ വേഗം വെള്ളമാണ് കിട്ടണില്ല. എന്നാ എന്ത് ചെയ്യണം?
അവൻ വേഗം തേമ ചെയ്ത് നിസ്കരിക്കണം. ആ നിസ്കാരം പിന്നെ വെള്ളം കിട്ടിയതിനു ശേഷം മടക്കി നിസ്കരിക്കുകയും വേണം, നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ. നേരെ മറിച്ച് യാത്രക്കാരനാണ് അല്ലെ, യാത്രക്കാരനാണ് അങ്ങനെ യാത്രയിൽ നിസ്കരിക്കാൻ നേരത്തെ വെള്ളം പിന്നെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്താൽ വെള്ളം കിട്ടിയില്ല, അങ്ങനെ തേമം ചെയ്ത് നിസ്കരിച്ചു, എന്നാൽ നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണ്ട. എന്തായാലും കാരണം യാത്രയിൽ വെള്ളം കിട്ടാതിരിക്കാനുള്ള സ്വാഭാവികമാണ് അല്ലേ, അതൊക്കെ സർവ്വസാധാരണയാണ് അതൊക്കെ. അപ്പൊ വെള്ളം അന്വേഷിച്ച് കിട്ടിയില്ല, അങ്ങനെ തേമം ചെയ്ത് നിസ്കരിച്ചപ്പോൾ നിസ്കാരം മടക്കി നിസ്കരിക്കണ്ട. നേരെ മറിച്ച് നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് വെള്ളം കിട്ടാതിരിക്കാനുള്ളത് വളരെ അപൂർവമായ സംഭവമാണ് അതൊക്കെ. എന്തെങ്കിലും യാദൃശികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോണതാണ്. അപ്പൊ അതിന് പ്രത്യേകമായൊരു ഹുക്കം അറിയാൻ പറ്റില്ല. അപ്പൊ നാട്ടിൽ താമസിക്കുന്ന ഒരാള് പിന്നെ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ തേമം ചെയ്ത് നിസ്കരിച്ചു, എന്നാൽ പിന്നെ വെള്ളം കിട്ടിയതിനു ശേഷം മടക്കി നിസ്കരിക്കണം. നേരെ മറിച്ച് രോഗം ഉള്ളതിന്റെ പേരിലാണ് നിൽക്കല്ലേ, രോഗം ഉള്ളതിന്റെ പേരിലാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ആളാണ് ആള്, നാട്ടിൽ താമസിക്കുന്ന ആൾ തന്നെയാണ്, അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ ആളാണ്. എന്നാ അയാള് പിന്നെ മടക്കി നിസ്കരിക്കണോ? എന്നാ മടക്കി നിസ്കരിക്കണ്ട. നേരെ മറിച്ച് അയാളുടെ അവയവങ്ങളിൽ മറ്റേ പിന്നെ പ്ലാസ്റ്റർ പോലത്തെ പിന്നെ തടസ്സങ്ങളൊക്കെ ഉണ്ട് അയാളുടെ അവയവങ്ങളിലെ. പിന്നെ അപ്പൊ അത് പിന്നെ ഉദാഹരണം കൈ മുറിഞ്ഞിക്കണ്, അപ്പൊ ആ കൈമിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിക്കണ്, അപ്പൊ അത് കാരണമാണ് അയാൾ എന്ത് തേമം ചെയ്ത് നിസ്കരിക്കുന്നത്. എന്നാലോ അവിടെ മനസ്സിലാക്കേണ്ടത് തേമുമിന്റെ അവയവവും തേമുമിന്റെ അവയവം അല്ലാത്തതുണ്ടല്ലോ ഉളുവിന്റെ അവയവങ്ങളില്ലേ. ഉളുവിന്റെ അവയവങ്ങളിൽ തേമുവിന്റെ അവയവമുണ്ട്, അല്ലാത്തതുണ്ട്. ഇപ്പൊ തല തേമുമിന്റെ അവയവത്തിൽ പെട്ടതല്ല. അതുകൊണ്ട് കാല് അതും തേമുവിന്റെ അവയവത്തിൽ പെട്ടല്ല. തേമം ചെയ്യാനുള്ള അവയവം ഏതാണ്? മുഖവും രണ്ട് കൈയുമാണ്. അപ്പൊ മുഖത്തോ കയ്യുമലോ ഒക്കെയാണ് ഏത് ഈ പ്ലാസ്റ്റർ പോലത്തെ ഉള്ളത്. എന്നാൽ അവിടുത്തെ ഹുക്കുമ് എന്താണ്? ആ പിന്നെ സ്ഥലം അല്ല, ആ മറ ഉള്ള സ്ഥലം അല്ലാത്തതൊക്കെ കഴുകണം. ഉദാഹരണം മുഖത്താണ് ഒരു മുറിവുള്ളത്, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, എന്നാൽ അവിടെ എന്താ മുൻകൈ കഴുകുക, വാലുള്ള കൊപ്പിളിക്കുക, സുന്നത്താണ്. പിന്നെ മുഖം എന്ന് ആ പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം കൊണ്ട് തടവുക, വെള്ളം കൊണ്ട് തടവുക. പിന്നെ അതിന് പുറമെ എന്തും വേണം? തേമം ചെയ്യും വേണം. ആ സമയത്ത് തന്നെ തേമം ചെയ്യും വേണം. അതാ മുഖം കഴുകുന്നതിന്റെ മുമ്പായിട്ടോ അല്ലെങ്കിൽ മുഖം കഴുകി കഴിഞ്ഞ ശേഷം എങ്ങനെയാവാം എന്ത് ചെയ്യുക? അവൻ തേമം ചെയ്യുകയും വേണം. തേമം ചെയ്യുമ്പോൾ എന്ത് വേണം? മുഖത്തും പിന്നെ മണ്ണിലടിച്ചുകൊണ്ട് മുഖം തടവണം, പിന്നെ രണ്ട് കൈയും തടവണം, എന്നാലും അവിടെ തേമാവുള്ളൂ. അങ്ങനെ ചെയ്യണം. അതിനുശേഷം പിന്നെ അവൻ രണ്ട് കൈയും കഴുകുക, തല തടവുക, ചെവി തടവുക, കാല് കഴുകുക, ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ ഇനി രണ്ട് കയ്യുമ്മലാണ് എന്തുള്ളത്? പ്ലാസ്റ്റർ ഉള്ളത്. എന്നാൽ മുഖം കഴുകൽ കഴിഞ്ഞ ശേഷം ഒന്നുകിൽ എന്ത് ചെയ്യുക? പിന്നെ ഇനി അടുത്ത് കൈയാളെ കഴുകാനുള്ളത്, ആ കൈ കഴുകുന്നതിന് മുമ്പായിട്ടോ കൈ കഴുകിയതിന് ശേഷമായിട്ടോ തേമം ചെയ്യണം. എങ്ങനെ തേമം ചെയ്യണം? മുഖത്ത് മണ്ണ് കൊണ്ട് തടവണം, പിന്നെ രണ്ട് കയ്യുമ്മലും പിന്നെ മണ്ണ് കൊണ്ട് തടവുകയും വേണം. അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആയിട്ട് എന്ത് വേണം? പിന്നെ അവന്റെ ആ മറ ഉള്ള ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകുകയും ആ പ്ലാസ്റ്ററിന്റെ മേലെ വെള്ളം നനച്ചുകൊണ്ട് വെള്ളം കൊണ്ട് തടവുകയും വേണം. അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്യുക? തല തടവുക, ചെവി തടവുക, കാല് കഴുകുക, അങ്ങനെ പൂർത്തിയാക്കുക. മനസ്സിലായല്ലേ? ഈ നിസ്കാരം അവന് മടക്കി നിസ്കരിക്കുകയും വേണം. രോഗമൊക്കെ മാറിയതിനു ശേഷം മടക്കി നിസ്കരിക്കുകയും വേണം. എന്താ കാരണം? എന്താ മടക്കി നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം? എങ്ങനെയാലും മടക്കി നിസ്കരിക്കണം. ആ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് അവന് ഉളുണ്ടായാലും ശരി, ഉളില്ലെങ്കിലും ശരി, എങ്ങനെയാലും മടക്കി നിസ്കരിക്കണം. എന്താ കാരണം? അവന്റെ മറ വെള്ളം ചേരുന്നതിന് തൊട്ടുള്ള മറ തയമ്മുമിന്റെ അവയവത്തിലാണ് അല്ലേ? ഞാനീ പറഞ്ഞ ഉദാഹരണത്തിൽ, ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ മുഖത്താണ്, രണ്ടാമത് പറഞ്ഞ ഉദാഹരണത്തിൽ രണ്ട് കയ്യുമലുമാണ്. ഇത് രണ്ടും തയമ്മുമിന്റെ അവയവമാണ്. അപ്പൊ തയമ്മുമിന്റെ അവയവത്തിലാണ് പ്ലാസ്റ്റർ പോലെയുള്ള മറ എങ്കിൽ അത് ധരിക്കുന്ന സമയത്ത് അവൻ ഒന്നു ഉണ്ടായിരുന്നു എങ്കിലും എന്ത് ചെയ്യണം? പിന്നെ മടക്കി നിസ്കരിക്കണം. ഇതൊക്കെ മാറിയതിനു ശേഷം പിന്നെ ഒക്കെ മടക്കി നിസ്കരിക്കണം. നേരെ മറിച്ച് തയമ്മുമിന്റെ അവയവത്തിലല്ല മറ നിൽക്കുക. ഉദാഹരണം കാലുമലാണ് ഒരാൾക്ക് എന്ത് ചെയ്ത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. എന്നാലോ ആ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്താണെങ്കിലോ അവന് ഒന്നുണ്ടായിരുന്നു. ഒന്നുള്ള അവസരത്തിലാണ് പ്ലാസ്റ്റർ ധരിച്ചത്, അവനിട്ടത്. എന്നാൽ പിന്നെ അത് പിന്നെ മടക്കി നിസ്കരിക്കണ്ട.
അവിടെ കാലുമലാണ് ഇപ്പൊ അവന്റെ തല തടവിൽ കഴിഞ്ഞു, ചെവി തടവലും കഴിഞ്ഞ് അതിന് ശേഷം നീ കാല് കഴുകുക. കാലിൽ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകുക. പ്ലാസ്റ്ററിന്റെ മേലെ പിന്നെ വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക. കഴുകല്ല, തടവുക. പിന്നെ അതിന് പുറമെ എന്തും വേണം, ആ കാല് കഴുകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ കാല് കഴുകിയതിന് ശേഷമായിട്ടോ അവൻ തേമം ചെയ്യുകയും വേണം. തേമം ചെയ്യുന്ന കാലുമ മണ്ണ് കൊണ്ട് തടവല്ല വേണ്ട കേട്ടാ. തേമം ചെയ്താൽ എന്തെന്നെ മണ്ണിലടിച്ചുകൊണ്ട് മുഖം തടവുക, പിന്നെ രണ്ട് കൈയും തടവുക, അങ്ങനെ തേമം ചെയ്യുകയും വേണം. ഈ നിസ്കാരം അവൻ മടക്കി നിസ്കരിക്കണോ? ഈ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് ഒളു ഉണ്ടായിരുന്നുവെങ്കിൽ മടക്കി നിസ്കരിക്കണ്ട. പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് ഒളു ഇല്ലെങ്കിലോ പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. എന്താ കാരണം? ഈ അവന്റെ അവയവത്തിലുള്ള പ്ലാസ്റ്റർ വുളുവിന്റെ അവയവത്തിലാണെങ്കിലും പിന്നെ തേമുവിന്റെ അവയവത്തിലല്ല, മുഖത്തോ കൈമല്ലോ അല്ലല്ലോ. എന്നാൽ ഇതൊക്കെയാണ് മസ്അല. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ തന്നെ പിന്നെ മുഖ്താറാക്കിയ മറ്റൊരു അഭിപ്രായം, അദ്ദേഹത്തിന് വേറെ ചില കിതാബുകളിൽ മുഖ്താറാക്കിയ മറ്റൊരു അഭിപ്രായം ഉണ്ട്. എന്ത്? വഖത്തിൽ ഹലലോടുകൂടി ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ഒരാൾ ചെയ്തു, ആ നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കുക. ആ ഹലൽ മാറിയതിനു ശേഷം പിന്നെ മടക്കി നിസ്കരിക്കണ്ടാന്ന്. വഖത്തിൽ ഇപ്പൊ ലുഹറാണ്, ആ ലുഹറിന്റെ വഖത്തില് പോരായ്മയോടുകൂടി നിസ്കരിക്കൽ നിർബന്ധമാണ് നിൽക്കുക. അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോലെ. പോരായ്മയോടുകൂടി പോരായ്മ അതിന്റെ സമ്പൂർണമായ ഷർത്തും ഒക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സാധ്യമല്ല വഖത്തില്. പക്ഷെ സാധിക്കണം മാതിരി അവൻ ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ അവൻ ചെയ്യുകയും ചെയ്തു. അങ്ങനത്തെ നിസ്കാരം പിന്നെന്ത് ചെയ്യണ്ട, മടക്കി നിസ്കരിക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ചില കിതാബുകൾ പറയുകയും ആ അഭിപ്രായത്തെ അദ്ദേഹം മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഇനി മടക്കി നിസ്കരിച്ചില്ല നിൽക്കുക ഒരാള്, അതുകൊണ്ട് വിരോധമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇനിയിപ്പോ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അല്ലേ? ഓന്റെ ഇത് തേമം ചെയ്ത് സഹീനെ കഴുകി പിന്നെ തേമം ചെയ്ത് മറയുടെ മേലെ വെള്ളം നനച്ചുകൊണ്ടൊക്കെ തടവൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നീട് മാറിയതിനു ശേഷം എന്ത് വേണ്ട, മടക്കി നിസ്കരിക്കണ്ടാന്ന്. അങ്ങനെയും അഭിപ്രായം നമ്മുടെ മദ്ഹബിലുണ്ട്. അഭിപ്രായം വളരെ മോശമായ അഭിപ്രായമല്ല. ആ അഭിപ്രായത്തെ ഇമാം നബവി തങ്ങളടക്കം ചില ആളുകൾ അത് മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്വീകരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. മനസ്സിലായല്ലേ? ചുരുക്കി പറയുകയാണെങ്കിൽ മടക്കി നിസ്കരിക്കണ്ടെന്ന് വെക്കല്ലേ? അതാണ്ട് എന്തിനാ ദീനുള്ളൊരു കാര്യം നമ്മൾ മറച്ചേക്കുന്നില്ലേ? പിന്നെ വേറെ നസ്രാനി മുസ്താദെ തേമ കഴിഞ്ഞല്ലോ. അപ്പൊ തഹജ്ജുദ് ഏത് സൂറത്താണ് അങ്ങനെ പ്രത്യേകമില്ല കേട്ടോ. ഞാൻ എന്റെ അറിവിൽ അങ്ങനെയില്ല. തഹജ്ജുദ് പ്രത്യേകമായ സുന്നത്തുള്ള സൂറത്തുള്ളത് അങ്ങനെയില്ല. ലുഹാക്കുണ്ടല്ലേ, ലുഹാ വിത്ർ നിസ്കാരം അങ്ങനെ ഇതിലൊക്കെ ഉണ്ട്. അതുപോലെ തഹജ്ജുദ് അങ്ങനെ തഹജ്ജുദ് പ്രത്യേക എണ്ണമില്ല. തഹജ്ജുദ് എത്രയും നിസ്കരിക്കാം. 2, 4, 6, 8, 10 എത്രയും നിസ്കരിക്കാം. അതിൽ ഇന്ന സൂറത്ത് എന്നുള്ള പ്രത്യേകമായ സൂറത്ത് ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ ഏത് സൂറത്ത് ഓതാന്നർത്ഥം. ഓതേണ്ടത് കുട്ടികൾക്ക് വേണ്ടി നോമ്പ് ഖളാ ആക്കിയാൽ അത് വീട്ടുകയും മുദ്ദ് കൊടുക്കുകയും വേണമോ? എങ്ങനെയാണ് വിശദീകരിച്ചാലും. കുട്ടികൾക്ക് വേണ്ടി നോമ്പ് മുറിച്ചു നോക്കുക. ഉമ്മ എന്ത് ചെയ്തു? കുട്ടിക്ക് വേണ്ടി പിന്നെ കുട്ടിക്ക് മലയെടുക്കണം അമ്മയാണ്. അപ്പൊ എന്ത് ചെയ്ത് ആ കുട്ടിയുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഉമ്മ നോമ്പ് മുറിച്ചത്. എന്നാൽ ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയും വേണം. നോമ്പ് മുറിക്കൽ ജായിസാണ്. ആ ഉമ്മാക്ക് നോമ്പ് മുറിക്കൽ ജായിസാണ്. ആ നോമ്പ് മുറിക്കുന്നത് കൊണ്ട് ഉമ്മ കുറ്റക്കാരിയല്ല. പക്ഷെ എന്ത് വേണം? ഖളാ കൂട്ടണം. ഖളാ കൂട്ടിയാൽ മാത്രം പോരാ, എന്ത് വേണം? മുദ്ദ് കൊടുക്കുകയും വേണം. ഇത് ഉമ്മ നോമ്പ് മുറിച്ചത് എന്ത് കണക്കിലെടുത്തുകൊണ്ടാണ്? കുട്ടിയുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ്. നോമ്പുള്ള അവസ്ഥയിൽ കുട്ടിക്ക് മുല കൊടുത്താൽ കുട്ടിക്ക് ഓരോ രോഗങ്ങളൊക്കെ ഉണ്ടാവും. കാഞ്ഞ പാലാവും തളർ പറയണ്ടല്ലേ? നോമ്പ് നോറ്റിട്ടേ പിന്നെ മുല കൊടുത്താൽ ആ പാല് ഒരു കാഞ്ഞ പാലാവുന്നു. അപ്പൊ കുട്ടികൾക്ക് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതേസമയത്ത് അതിന്റെ പോഷകാഹാരങ്ങളൊക്കെ ഉമ്മ അങ്ങനെ കഴിച്ച് ആ സമയത്തുണ്ടാണ് പാലാണെങ്കിലോ കുട്ടിക്ക് അത് കൂടുതൽ ഉപകാരപ്പെടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ കുട്ടിയുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ ആ നോമ്പ് ഖളാ വിട്ടുകയും ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയും വേണം. നേരെ മറിച്ച്
പിന്നെ കുട്ടിയുടെയും ഉമ്മയുടെയും കൂടി കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നോമ്പ് മുറിച്ചത്. കുട്ടിക്ക് കുട്ടിയുടെ ആരോഗ്യം കണക്കിലെടുക്കുന്നു. അതിന് പറഞ്ഞ ഉമ്മാക്ക് വെയ്യാനും ഈ നോമ്പ് നോറ്റുകൊണ്ട് മുരകൊടുക്കാനൊക്കെ ഉമ്മാക്ക് ആരോഗ്യം കുറവാണ്. അപ്പൊ രണ്ടാളും കൂടി ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണ് നോമ്പ് മുറിച്ചത്. എന്നാൽ അവിടെ നോമ്പ് ഖളാ കൂട്ടിയാൽ മാത്രം മതി, മുദ്ദ് കൊടുക്കണ്ട അല്ലെ. ഇനി ഉമ്മാന്റെ മാത്രം ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണ്, എന്നാലും നോമ്പ് മാത്രം ഖളാ കൂട്ടിയാൽ മാത്രം മതി. അപ്പൊ ഉമ്മയുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണെങ്കിലും ഉമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണെങ്കിലും രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണെങ്കിലും ആണ് പിന്നെ നോമ്പ് ഖളാ കൂട്ടിയാൽ മാത്രം മതി, പിന്നെ മുദ്ദ് കൊടുക്കണ്ട. നേരെ മറിച്ച് കുട്ടിയുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഉമ്മ നോമ്പ് മുറിച്ചത് എങ്കിൽ നോമ്പ് ഖളാ കൂട്ടുകയും മുദ്ദ് കൊടുക്കുകയും വേണം. പിന്നെ നിസ്കാരം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു സുജൂദ് മാത്രം ചെയ്തു എഴുന്നേറ്റ് പോകുന്നത് ഇവിടെ കാണുന്നു. അപ്പൊ ഹുക്ം പറയാം, അങ്ങനൊന്നും ഇല്ല എന്നുള്ളതാണ്. വെറുതെ സുജൂദ്, ശുക്റിന്റെ സുജൂദ് ഉണ്ട്, പിന്നെ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. അതല്ലാത്ത വെറുതെ സുജൂദ് അല്ലെ, അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നതാണ്. അങ്ങനൊന്നുമില്ല. അതെന്തോ അങ്ങനെ ചെയ്യുന്നത് എന്താന്ന് മനസ്സിലായില്ല. ചില പാകിസ്ഥാനികളൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാറ്. ഏതായാലും ശരി. പിന്നെ അങ്ങനെ അതവർക്ക് വിവരമില്ലാത്തതിന്റെ പേരിലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഒരു മദ്ഹബിൽ അങ്ങനെ ഞാൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് നോക്കിയിരുന്നത് എന്നാ എന്റെ ഓർമ്മ. ഇനി അവരുടെ മദ്ഹബിലായിട്ട് അങ്ങനെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എന്റെ വിവരം അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ മദ്ഹബിൽ അങ്ങനൊന്നും ഇല്ല. വെറുതെ സുജൂദ് ചെയ്യുക, നിസ്കാരം കഴിഞ്ഞിട്ട് പോയിട്ട് അവസാനം വെറുതെ സുജൂദ് ചെയ്യുക, അങ്ങനെ നമ്മുടെ മദ്ഹബിലില്ല. പിന്നെ നിസ്കാരത്ത് തോഫിയൊക്കെ വെറുതെ അങ്ങനെ ശുക്റിന്റെ സുജൂദില്ല. പെടുന്നനവേ ഒരു നിഅമത്ത് വന്ന് നിൽക്കുക, എന്നാലാണ് ശുക്റിന്റെ സുജൂദ്. അല്ലാതെ ഓരോ നിഅമത്തിനും ഇങ്ങനെ ശുക്റിന്റെ സുജൂദല്ല. പെടുന്നനവേ ഒരു യാദർശികമായി എന്ത് ചെയ്തു, അവന് ഒരു നിഅമത്തുണ്ടായി, അപ്പൊ ശുക്റിന്റെ സുജൂദ്. അല്ലെങ്കിൽ ഒരു വിഷമത്തിന് അവൻ രക്ഷപ്പെട്ടു, അതിനൊക്കെയാണ് പിന്നെ ശുക്റിന്റെ സുജൂദ്. അതല്ലാതെ അപ്പൊ ഓരോ നിസ്കാരവും ഒരു നിഅമത്താണ്, അതിനൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ പറഞ്ഞ സുജൂദ് അങ്ങനൊന്നുമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ എന്റെ മകളുടെ വിവാഹ കാര്യത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ ഒന്ന് ഒത്തു വന്നിട്ടുണ്ട്. പലിശ കൂടാതെ നടത്താൻ റബ്ബ് തൗഫീഖ് ചെയ്യാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ ഒന്നും കൂടാതെ തന്നെ നല്ല ഹലാലായ സമ്പത്ത് കൊണ്ട് അവിടെ കിട്ടിക്കാനുള്ള മാർഗങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് എളുപ്പാക്കി തരട്ടെ. ഹറാമിനെ സമീപിക്കാതെ ഹലാലായ രീതിയിൽ മാത്രം നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നൽകട്ടെ. ഹറാമൊക്കെ സൂക്ഷിച്ച് ജീവിക്കാതെ തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ എലക്ഷനുമായി ബന്ധപ്പെട്ട് സ്ത്രീ സംവരണം ഉണ്ടല്ലോ, ഇത് അനുസരിച്ച് സ്ത്രീകളെ രംഗത്ത് ഇറങ്ങേണ്ടി വരികയില്ലേ? ഇത് പറ്റുമോ? സ്ത്രീ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ അവരെ രംഗത്ത് കൊണ്ടുവന്ന കുറ്റം കിട്ടുമോ? സ്ത്രീ രംഗത്ത് വന്നോട്ടെ, അതുകൊണ്ട് എന്താണ് സ്ത്രീ രംഗത്ത് വരാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. അവൾ രംഗത്ത് വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അവൾ മറക്കേണ്ടുന്ന ഭാഗങ്ങളൊക്കെ മറക്കുക, അവൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, അത് അവൾക്ക് നിർബന്ധമാണ്. അതിപ്പോ അവൾ രംഗത്ത് വെച്ചവരാ അതൊന്നും ഇല്ല നിൽക്കുക, എന്നാലും കുറ്റം തന്നെയുള്ളൂ. സ്ത്രീ ഇലക്ഷനിൽ മത്സരിക്കണമെന്നില്ല, ഇലക്ഷനിൽ മത്സരിക്കണമെന്നില്ല. പക്ഷെ അവള് എവിടെയും പോകുമ്പോൾ അവളെ അവറത്തൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോണത്. നല്ല കുറ്റകരല്ലേ? അത് കുറ്റകരാണ്. അതുപോലെ തന്നെ ഇതും. അപ്പൊ ഒരു സ്ത്രീ അവൾ അന്യപുരുഷന്മാരോട് കൂടി കലരാതെ ഹൽവത്ത്, ഒരു അന്യപുരുഷനും ഇവളും മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, അങ്ങനെ ഹൽവത്ത് ഉണ്ടാവുമല്ലോ, ആ ഹൽവത്ത് ഹറാമാണ്, അതൊന്നും ഇല്ല. പിന്നെ അവൾ മറക്കേണ്ടുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും മറച്ചിട്ടാണ്
അവളുടെ സംസാരം കേട്ടിട്ട് ആ അവൾ സംസാരിക്കുമ്പോൾ അതിലിങ്ങനെ ആകൃഷ്ടരായിട്ട് അതുകൊണ്ട് ഇങ്ങനെ രസം പിന്നെ അനുഭവിക്കണ്ടല്ലോ, അങ്ങനത്തെ പരിപാടി നടക്കണില്ല. ആ രീതിയിലൊക്കെയാണ് നിൽക്കുക. എന്നാൽ അതുകൊണ്ട് അവളെ ഇലക്ഷനിൽ മത്സരിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. അങ്ങനെ അവളെ ജയിപ്പിച്ചുകൊണ്ടും വിരോധമില്ല. സാധാരണ നമ്മൾ പറയാറുള്ളത് കൂടിക്കളയിൽ ബസ് കയറിയ കൂടുതലല്ലോ അല്ലേ? കൂടിക്കലരിലൊക്കെ കൂടിക്കലരുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്യപുരുഷന്റെയും അന്യ സ്ത്രീയുടെയും ശരീരം തമ്മിൽ ചേരുമ്പോഴാണ് കൂടിക്കലരാറുള്ളത് ഹറാമാവല്. അല്ലാതെ എല്ലാവരും കൂടി ഒരു ഭാഗത്ത് ഒരു റൂമിൽ ഇരിക്കാനുള്ളതല്ല. ഒരു റൂമിൽ ഒരു അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും മാത്രം ഒരു റൂമിൽ ഇരിക്കൽ ഹറാമാണ്. ഹൽവത്ത് ഹറാമാണ്. ഒരു റൂമിൽ ആരേ ഉള്ളൂ? ഒരു പുരുഷനും ഒരു അന്യപുരുഷനും ഒരു അന്യ സ്ത്രീയും മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഇരുത്തം ഹറാമാണ്. നേരെ മറിച്ച് അവിടെ കുറെ പുരുഷന്മാരുണ്ട്, കുറെ സ്ത്രീകളുണ്ട്, എന്നാൽ ഹറാമല്ല. എന്നാൽ അപ്പൊ ഹറാം അവരെപ്പോഴും ഓടിച്ചില്ല. അവരുടെ ശരീരങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുക, അങ്ങോട്ടും കൊണ്ട് കൂട്ടിമുട്ടിട്ടായിരിക്കുന്നത്, അപ്പൊ ഹറാമാണ്. സ്റ്റേജിൽ ഇരിക്കണം വിരോധമില്ലാന്ന് ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായി. സ്റ്റേജിൽ തൊട്ടൊരു മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഹറാമാണല്ലേ? ഹറാമില്ല, അതല്ല എന്റെ കണക്ക്. സ്ത്രീയെ അവളെ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങളൊക്കെ മറച്ചുകൊണ്ട് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്റ്റേജിലാണെങ്കിലോ അന്യപുരുഷന്മാർ തൊട്ടിട്ടൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്, നല്ല ഹറാമല്ല. നേരെ വെച്ച് തൊട്ടിട്ടായിരിക്കണം, അങ്ങോട്ട് കൂട്ടിമുട്ടിട്ടായിരിക്കണം, ഹറാമാണ്. അത് സ്റ്റേജിൽ മാത്രമല്ല, ബസ്സിലിരിക്കലും അങ്ങനെ തന്നെ. ബസ്സിലിങ്ങനെ അന്യ പുരുഷനും പെണ്ണുങ്ങളും കൂട്ടിമുട്ടിട്ടാണ്, ഹറാമാണ്. സ്റ്റേജിന് മാത്രമുള്ള നിയമല്ലേ. പിന്നെ ഇപ്പൊ ഈ സ്ത്രീ സംവരണം ഇത് സ്ത്രീ മത്സരിക്കൽ നല്ലതാണോ? അത് നല്ല വിഷയമല്ല കേട്ടോ. അതുണ്ടല്ലോ, അത് നല്ലൊരു കാര്യമല്ല. രാജ്യത്തിന്റെ പുരോഗതി നഷ്ടപ്പെടുന്ന സ്ത്രീ സംവരണം, സ്ത്രീകൾ ഭരണരംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഞങ്ങളവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, അടുപ്പോ മെമ്പറ കേട്ട. നമ്മളെ രാഷ്ട്രീയപരമായിട്ട് മറ്റൊക്കെ നമ്മളോടൊക്കെ ഒരു യോജിപ്പുള്ള ആളൊന്നല്ല. എന്നാലും ശരി, ആളുകൾക്ക് അയാളെ വലിയ താല്പര്യം. കറണ്ട് പോയാലും കൂടി ആൾക്കാർ വിളിച്ചു പറയാം. കറണ്ട് പോയാൽ മൂപ്പർക്ക് വിളിച്ചറിയും കറണ്ട് ഇല്ല എന്നറിയും. അപ്പൊ മൂപ്പര് വേഗം ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. മൂപ്പര് അന്വേഷിച്ച് വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം രാത്രി പാത്രക്ക് മൂപ്പര് വിളിച്ചാലും കാണാൻ മൂപ്പര് ടോർച്ചൊക്കെ എടുത്ത് കുണ്ടങ്ങളായി കൂടെ ഇങ്ങനെ വരണം. ആ ടോർച്ചൊക്കെ അടിച്ചിട്ട് മൂപ്പര് ഇങ്ങനെ വരും. എന്താ വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ വിഷയത്തിലും ഇടപെട്ടിട്ട് ജനങ്ങൾക്ക് വളരെയധികം പിന്നെ ഉപകാരം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ അയാള് പിന്നീട് ആ വാർഡ് പെണ്ണുങ്ങളെ വാർഡാക്കി, സംവരണ വാർഡാക്കി. ഇപ്പൊ ഒരു പെണ്ണാണ് അവിടെ അല്ലേ. ഓൾക്ക് പാത്രക്ക് ടോർച്ചടിച്ചിട്ട് ഓൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റൂല്ലോ അല്ലേ? ഓള് വരണമെങ്കിൽ ഇപ്പൊ ഓളെ ഭർത്താവിനെ വിളിച്ചോണത്തണം, ആൾക്കും കൂടി തോന്നണം, സന്മനസ് വേണം. അതുപോലെ തന്നെ വല്ല വിഷയം മൂപ്പർ ആദ്യത്തെ ആളോട് വല്ല വിഷയം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് എന്ത് ചെയ്യും? തിരുവനന്തപുരത്ത് പോവും. നിങ്ങൾ രാത്രി 1 മണിക്ക് 2 മണിക്ക് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങും. മൂപ്പര് ഓട്ടോറിക്ഷ വിളിച്ചാണ് മൂപ്പറിന് പോരും. ഇവൾക്കാനെ പറ്റുമോ? ഇവൾക്ക് രാത്രി കുറ്റിപ്പുറത്ത് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തരാൻ വയ്ക്കൂല്ല പെണ്ണിന്. അപ്പൊ അതാണ് നടന്നത്. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഒരു ചെറിയ വാർഡിൽ സ്ത്രീ പിന്നെ മെമ്പറായത് കാരണം പുരുഷന്റെ അത്ര സ്പീഡ് കിട്ടുന്നില്ല എന്ന്. അവൾക്ക് എന്തിനും ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരികയാണ്. അപ്പൊ അങ്ങനെ പലതും നടക്കുന്നില്ല. അപ്പൊ 33% സംവരണം ഉണ്ടാകുക എന്താ സ്ഥിതിയില്ല. ഭരണകർത്താക്കളിൽ 33% സ്ത്രീകളാകുമ്പോ ആ സ്പീഡ് കുറയും. മൊത്തത്തിൽ ഇന്ത്യ രാജ്യത്തിന് മുഴുവൻ ആ പുരോഗതിയിലേക്കുള്ള കുതിച്ചുകാട്ടുണ്ട്. എന്താ ഉമ്മൻചാണ്ടിക്ക് വരുന്നില്ല, എന്താണ് എന്താ ബഹുദൂരം എന്ത് പറച്ചിലില്ലേ? അത് നടക്കൂലെന്ന് എന്തൊരു പറച്ചിലുണ്ടല്ലോ, ബഹുദൂരം ഒരു അതിവേഗം ബഹുദൂരം. അതൊന്നും പെണ്ണുങ്ങളാകുമ്പോ നടക്കൂല. അത് പെണ്ണുങ്ങളാകുമ്പോ നടക്കൂല. അപ്പോ പിന്നെ വേറെ അപ്പൊ അതേ സമയത്ത് ഒരു രാജ്യം എന്ത് ചെയ്തു? ഒരു രാജ്യം സംവരണം ഏർപ്പെടുത്തി നിൽക്കുക. സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തി. അവിടെ പിന്നെ പുരുഷന്മാർക്ക് മത്സരിക്കാൻ പറ്റൂല്ലോ അല്ലേ? അവിടെ പുരുഷന്മാർക്ക് മത്സരിക്കാൻ പറ്റൂല. അവിടെ സ്ത്രീകൾ തന്നെ മത്സരിക്കാൻ പറ്റൂ. അപ്പൊ
അങ്ങനത്തെ സ്ഥലമാണ്. അവിടെ നമ്മൾ മത്സരിക്കാതിരിക്കുകയാണെങ്കിലോ നമുക്ക് നേടിയെടുക്കേണ്ടുന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യൂല. അങ്ങനത്തെ നിർബന്ധമായ സാഹചര്യത്തിലൊക്കെ സ്ത്രീകൾ മത്സരിക്കുക എന്നല്ലാതെ മറ്റ് വെറുതെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഈ മത്സരരംഗത്ത് വരിക, ഭരണരംഗത്ത് വരിക എന്നത്ര ഒരു ഗുണം ഉള്ള വിഷയമല്ല. അതൊരു തന്നെ അത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് സ്പീഡ് കുറയും. പിന്നെ മകന്റെ ഭാര്യയെ ബാബ തൊട്ടാൽ ഒതു മുറിയുമോ? ഇല്ല. മകന്റെ പേരക്കുട്ടിയുടെ ഭാര്യയെ ഉപ്പാപ്പ തൊട്ടാൽ ഒതു മുറിയുകയില്ല. അത് സ്വന്തം വാപ്പാന്റെ അതേമാതിരി തന്നെയാണ്, ഒതു മുറിയുകയില്ല. പേരക്കുട്ടി മരിച്ചു, എന്താ പേരക്കുട്ടിന്റെ ഭാര്യന് ഉപ്പാപ്പാക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അല്ലെങ്കിൽ പേരക്കുട്ടി തലാക്ക് ചെല്ലി എന്നാ ഉപ്പാപ്പാക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അതും പറ്റൂല. പിന്നെ സുന്നത്ത് നിസ്കാരം ഖളാ വീട്ടുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? വഖ്ത് നിശ്ചയിക്കപ്പെട്ട എല്ലാ നിസ്കാരം ഖളാ ആയാലും ഖളാ വീട്ടൽ സുന്നത്താണ്. വഖ്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്താണ്. അതേസമയത്ത് വഖ്ത് നിശ്ചയിക്കപ്പെടാത്ത സുന്നത്തുണ്ട്, കാരണങ്ങൾ കൊണ്ട് സുന്നത്താകണേ അല്ലേ, അത് ഖളായി നിൽക്കുക. എന്നാ പിന്നെ ഖളാ വീട്ടൽ സുന്നത്തില്ല. ഉദാഹരണം, ഒരാൾ പള്ളിയിൽ കടന്നിട്ടുണ്ടെങ്കിൽ തഹയ്യത്ത് സുന്നത്തുണ്ട്. അപ്പൊ ഒരാൾ പള്ളി കടന്നിട്ട് അപ്പൊ തഹയ്യത്ത് നിസ്കരിച്ചില്ല, പള്ളിയിൽ പുറത്തു പോകുന്നു, എന്നാ പിന്നെ ഖളാ വീട്ടുണ്ടോ? അതില്ല. നേരെ മറിച്ച് വഖ്ത് നിശ്ചയിക്കപ്പെട്ട ലുഹാസ്കാരമായ സമയമുണ്ട് അല്ലേ, ലുഹാക്ക് സമയമുണ്ട്, വിത്റിന് സമയമുണ്ട്. അങ്ങനെ വഖ്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. അത് ആ വഖ്തിൽ നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ഖളാ എപ്പോഴും വിട്ടാ ആ സമയത്ത് തന്നെ കൊന്നില്ല, അപ്പൊ എപ്പോഴും ഖളാ വിട്ടാൽ അത് സുന്നത്താണ്, ഖളാ വീട്ടൽ സുന്നത്താണ്. വഖത്തിൽ നിന്ന് കൈകൊണ്ട് വക്കറ്റിൽ നിന്ന് കൈകൊണ്ട് കോരി വുളു എടുക്കാൻ പറ്റും? എന്തെങ്കിലും ഈ വക്കറ്റ് എന്നൊക്കെ പറ പഠിച്ചോനെ. വക്കറ്റ് ഞാനാണ് ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്നപ്പോ ഞാൻ മനസ്സിലാക്കണേ. ഇപ്പൊ എന്റെ അത്രയും അറിയാത്തവരുണ്ടാവോ? സാറില്ലല്ലേ? ഏതായാലും ബക്കറ്റ് നിന്നാണ് അല്ലെ, ബക്കറ്റിൽ നിന്ന് കൈകൊണ്ട് ഉണ്ടാക്കുന്ന 2 കൊല്ലത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണ് നിൽക്കുക. 2 കൊല്ലത്തിനേക്കാൾ, അതായത് 200 ലിറ്ററിനേക്കാളും സുമാർ 200 ലിറ്ററിനേക്കാളും താഴെയുള്ള വെള്ളമാണ്. അപ്പൊ 2 കൊല്ലത്തിന്റെ താഴെയുള്ള വെള്ളമാണ്. ആ 2 കൊല്ലത്തിനേക്കാളും താഴെയുള്ള വെള്ളത്തിലാവുമ്പോ കൈയിട്ട് ഉണ്ടാക്കിയാലേ അത് പിന്നെ മുഖം കഴുകൽ ഫർലാണല്ലോ അല്ലെ, മുഖം കഴുകൽ ഫർല. മുഖം കഴുകുന്നു എന്ന് നിയത്ത് അല്ല, ഹുദൂന്റെ ഫർള് ഞാൻ വീട്ടിൽ നിന്ന് നിയത്ത് വെച്ചു. ആ നിയത്ത് വെച്ചതിന് ശേഷം മുഖം കഴുകൽ കഴിഞ്ഞു. മുഖം കഴുകൽ കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? പിന്നെ 2 കൈ കഴുകലാണ് പിന്നെ ഉള്ളത് അല്ലെ. അപ്പൊ ആ മുഖം കഴുകൽ കഴിഞ്ഞതിന് ശേഷം, മുഖം ആദ്യത്തെ പ്രാവശ്യം കഴുകൽ കഴിഞ്ഞതിന് ശേഷം അവന്റെ കൈ ആ വെള്ളത്തിൽ തട്ടിയാൽ എന്ത് ചെയ്ത് ആ തട്ടിയ ഭാഗത്തെ പിന്നെ അശുദ്ധി ഉയർന്നു. ആ ബാക്കിയുള്ള വെള്ളം അപ്പൊ അവിടെ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി മാറും. ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണെങ്കിലോ പിന്നീട് ശുദ്ധിയാക്കാൻ പറ്റൂല. അപ്പൊ അവിടെ എന്താ പറ്റുക? 2 കൊല്ലത്തിനേക്കാൾ താഴെ ഉള്ളതാണെങ്കിൽ കോരിയെടുക്കുന്ന നീയത്തോടു കൂടി എന്ത് ചെയ്യാം, അത് പിന്നെ കോരിയെടുക്കാം. ഞാൻ കോരിയെടുക്കുന്നു എന്നത് മനസ്സിൽ കരുതുക. ഇത് ഞാൻ പൊതുണ്ടാക്കില്ല, ഈ കൈ കഴുകലല്ല എന്റെ ഉദ്ദേശമുള്ളത്, ഞാൻ വെള്ളം കോരിയെടുക്കലാണ് ഇപ്പൊ എന്റെ ഉദ്ദേശമുള്ളത്. അപ്പൊ ആ മുങ്കയിന് ഒരു കപ്പിന്റെ ഹുക്കുമാ അപ്പാടുള്ളത്. മുങ്കയിന് ഒരു കപ്പിന്റെ ഹുക്കുമാറുള്ളത്. കപ്പ് അതിൽ ബക്കറ്റിൽ 2 കൊല്ലത്തിനേക്കാൾ താഴെ വെള്ളത്തിൽ കപ്പ് ഇട്ട് നിൽക്കുന്ന മുസ്താമലാവൂലല്ലോ അല്ലേ, അതുപോലത്തെ ആ കപ്പിന്റെ ഹുക്കുമാണ് അപ്പോ ആ കൈയിനുള്ളത്. അപ്പൊ കോരിയെടുക്കുന്നു എന്ന നിയത്തോടു കൂടി 2 കൊല്ലത്തിനേക്കാളും താഴെയുള്ള വെള്ളത്തിൽ കൈയിട്ടാൽ അതുകൊണ്ട് കുഴപ്പമില്ല, വെള്ളം മുസ്താമലാവുകയില്ല. ആ ബാക്കിയുള്ള വെള്ളം കൊണ്ട് ഒതു ചെയ്തെടുക്കാവുന്നതാണ്, വിരോധമില്ല. മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കണേ പറഞ്ഞത്, ഈ ചോദ്യകർത്താവിന് മനസ്സിലാക്കണ മനസ്സിലാക്കണ നിങ്ങളെ അതിലൊരു എസ്സടിക്ക്. അതല്ല ഇയാളെ ഈ ചോദിച്ച ആള് അയാൾ പറഞ്ഞാണല്ലേ, 30 പയ്യൻ ചെയ്തുകൊണ്ട് 30 പോയി. മനസ്സിലാക്കണം. അല്ല, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ എസ് വന്നില്ല, അദ്ദേഹം അവിടെ ഇല്ലാതെ വന്ന്. ഈ ബുസ്ദടിക്കരുത് കേട്ടോ, ബുസ്ദടിക്കണ അപ്പൊ ആള് ഇപ്പൊ എസ് അടിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതൊരു മര്യാദ, ആദ്യം ഒരാൾ ചെയ്യാൻ ചെയ്യേണ്ട ബുസ്ദടിക്കരുത്. അത് അങ്ങനെ ചെയ്യല് ഒരു മോശമല്ലേ?
ആദ്യം എന്ത് ചെയ്യുക, ചോദ്യം എന്താണെന്ന് അത് ടെക്സ്റ്റ് ചെയ്യുക, എന്നിട്ട് തീരെ ശ്രദ്ധിക്കണില്ല നിൽക്കുക. അയാൾക്കാണെങ്കിൽ വീട്ടിൽ വേഗം കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് വിസരിച്ചു നോക്കുക എന്നല്ലാതെ തന്നെ കൊണ്ട് വിസരിക്കല. അപ്പോ നിഖാബും ഗ്ലോവേഴ്സും എന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്താ ഗ്ലോവ് എന്താ മനസ്സിലായിട്ടില്ല, ആ ചോദ്യം മനസ്സിലായിട്ടില്ല. അപ്പൊ പോട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തസ്ബീഹ് നിസ്കാരം ആദ്യം ഫാത്തിഹയും സൂറത്തും ഓതി പിന്നെ 15 പ്രാവശ്യം തസ്ബീഹും പിന്നീട് എല്ലാ സ്ഥലത്തും 10 തസ്ബീഹും പിന്നെ 2 സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇരുന്ന് 10 തസ്ബീഹും ചൊല്ലിയാൽ പറ്റും. അങ്ങനെ പറ്റും. അങ്ങനെ നമ്മുടെ കിതാബിൽ അങ്ങനെ വിവരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രൂപം. പക്ഷേ അതുകൊണ്ടുള്ള വിഷയം എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ മറക്കാൻ സാധ്യത കൂടുതലാണ്. ഇസ്തിറാഹത്തിന്റെ 2 സുജൂദ് കഴിഞ്ഞ് റക്അത്തിൽ ഖിയാമിൽ 15 തസ്ബീഹ് മാത്രം ചെല്ലുക. അപ്പൊ പിന്നെ 15 പിന്നെ റുക്കൂഇല് അക്ബറാകുമ്പോൾ 65 ആകുക. രണ്ടാമത്തെ സുജൂദും കൂടി ആകുമ്പോൾ 65 ആകുക. പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴുള്ള ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 അല്ലെ? അങ്ങനെ പറ്റും, പറ്റായില്ല. പക്ഷെ അവിടെയുള്ള വിഷയം എന്ന് പറഞ്ഞാല് അവിടെ അത് ആ നല്ല ശ്രദ്ധിച്ച് നിസ്കരിക്കാത്ത ആളാണെങ്കിൽ ആ ഇസ്തിറാഹത്തിന്റെ ഇടയുള്ള ആ യുദ്ധത്തിലുള്ള തസ്ബീഹ് ഓൻ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു സംശയം, ഇതിപ്പോ ഇസ്തിറാഹത്തിന്റെ യുദ്ധത്തിലുള്ള തസ്ബീഹാണ് അതല്ലെങ്കിൽ 2 സുജൂദിന്റെ ഇടയുള്ള യുദ്ധത്തിലുള്ള തസ്ബീഹാണ് അല്ലെ? 2 സുജൂദിന്റെ ഇടയുള്ള യുദ്ധത്തിലാണോ അപ്പൊ ഞാനുള്ളത്, അതല്ല ഇസ്തിറാഹത്തിന്റെ യുദ്ധത്തിലാണോ അപ്പൊ ഞാനുള്ളത്? അങ്ങനെ വസ്വാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. മറ്റൊന്ന് ചിലപ്പോ ഓർമ്മയില്ലാതെ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപമാണ്. അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കല്യാണം നോക്കുന്നുണ്ട്, ശരിയാവാൻ ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അനുയോജ്യയായ പിന്നെ സ്വാലിഹത്തായ സൽസ്വഭാവിനി എന്ന് പറയാൻ എന്തായാലും ഇല്ല, നല്ല സൽസ്വഭാവിയായ പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന നല്ല ഒരു ഇണയെ അള്ളാഹു അവന്റെ മഹദായ ഫضل കൊണ്ട് നിങ്ങൾക്ക് നൽകട്ടെ. ആ കുടുംബജീവിതമൊക്കെ അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. സ്വാലിഹ്യങ്ങളായ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. മീശ കറുപ്പിക്കാമോ? കറുപ്പിക്കൽ ഹറാമാണ്. യുദ്ധാവശ്യത്തിനല്ലാതെ മീശ, താടി, പിന്നെ തല ഇതൊക്കെ കറുപ്പിക്കൽ ഹറാമാണ് എന്നാണ് ശാഫിഈ മദ്ഹബ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കല്യാണം പറഞ്ഞല്ലോ, ഇനി ചില ആളുകൾ കുറെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ വായിച്ചിട്ട് പിന്നീട് ഞാൻ ഈ മൈക്കെടുക്കുന്ന സമയത്തൊന്നും അല്ലാത്തതിന് അതിന്റെ മുമ്പ് തന്നെ സാധിക്കുകയാണെങ്കിലേ PM ചെയ്തിടുക നല്ലത്. ഇപ്പോഴും ഇങ്ങോട്ട് PM ചെയ്യുന്നതിനേക്കാൾ നല്ലതേ. ഇപ്പൊ ഇടക്കൊക്കെ കാണാം എന്റെ അടി 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ അല്ലാത്ത സമയത്തൊക്കെ മിക്കവാറും ഉണ്ടാകും. ഇപ്പോഴും ചിലപ്പോ ഒന്ന് നമ്മുടെ സിസ്റ്റം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് ചിലപ്പോ ഓഫാക്കാറുണ്ട് എന്നല്ലാതെ മറ്റുള്ള സമയത്തൊക്കെ എന്റെ ഐഡിയ ഉണ്ടാവും. ഇടയ്ക്ക് പരസ്യവും നിങ്ങൾ കാണാറുണ്ട്, ചോദ്യങ്ങളുണ്ടെങ്കിൽ PM ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഈ സമയത്തല്ലാത്ത സമയത്ത് PM ചെയ്തിടുകയാണെങ്കിൽ ആ വിഷയം ശരിക്കും വായിച്ച് അതിന്റെ സംബന്ധമായ സംശയങ്ങളൊക്കെ തീർത്ത് അല്ലെ, ഇബാറത്ത് വേണമെങ്കിൽ ആ ഇബാറത്തും ഒക്കെ പേസ്റ്റ് ചെയ്യാനും അങ്ങനെ കൂടുതൽ നല്ല രീതിയിൽ വിശദീകരിക്കാനും സാധിക്കും. ഇപ്പൊ കുറെ PM ഉണ്ട്. ഈ PM ഒക്കെ പാടെ വായിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ PM ഞാൻ പിന്നീട് വായിച്ചിട്ട് PM-ലൂടെ മറുപടി നൽകാൻ പറ്റുന്നതിന് അങ്ങനെയും അതല്ലാത്തതിന് നാളെ ഈ സമയത്തും ഇൻഷാ അല്ലാഹ് മറുപടി നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത് അല്ലാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അല്ലാഹു ഇത് നമ്മിൽ എല്ലാവരും സ്വീകരിക്കുകയും ഇതിന് വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച്
സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂടുതൽ അള്ളാഹുത്തിന് നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, മശായിഖന്മാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി